അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ അല്ലെ. അപ്പൊ ഇതാ നമ്മൾ ക്രിസ്മസ് എക്സാമിന്റെ വളരെയധികം ഉഷാറോടുകൂടിയുള്ള ഒരുക്കത്തിലാണ്. എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ ഭയങ്കരമായ ടെൻഷനിലായിരിക്കും. പക്ഷെ ടെൻഷൻ ഒന്നും വേണ്ട, നമ്മൾ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് നമ്മുടെ 100% നമ്മൾ കൊടുത്ത് തന്നെ പഠിക്കുക. പല സ്കൂളുകളിലായിട്ട് കലോത്സവത്തിന്റെ തിരക്കുകളൊക്കെയാണ്, അതൊക്കെ നമുക്കറിയാം. എങ്കിലും അത് കഴിഞ്ഞ് നമ്മൾ ഫേസ് ചെയ്യേണ്ട എക്സാമും നമ്മുടെ മുന്നിലോട്ട് തന്നെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള മറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് സമയം നിങ്ങൾ പഠിക്കാനായിട്ട് ഇരിക്കണം. അത് നല്ല രീതിയിൽ നിങ്ങൾ 100% എഫേർട്ട് ഇട്ട് പഠിക്കുകയും വേണം. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട ചാപ്റ്റർ ആയിട്ടുള്ള, അതായത് നമ്മുടെ SSLC ബയോളജിയിലെ 4ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്, നമ്മുടെ ബോഡിയിലുള്ള കെമിക്കൽ മെസ്സേജസിനെ പറ്റിയിട്ട്, ഹോർമോൺസിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം പ്ലാന്റ്സിനും ഹോർമോൺസ് ഉണ്ട്, ആനിമൽസിനും ഹോർമോൺസ് ഉണ്ട്. അപ്പൊ പ്ലാന്റ് ഹോർമോൺസ് ആണ് നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത്, സസ്യ ഹോർമോണുകൾ. സസ്യ ഹോർമോണുകൾ എന്ന് പറയുന്ന സമയത്ത് പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് ഒരു ഇതിവൃത്തത്തിലേക്ക് ഞാൻ കൊണ്ടുവരാൻ നോക്കുകയാണ്. അപ്പൊ ഈ ഒരു പ്ലാന്റ് ഹോർമോൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും 5 പ്ലാന്റ് ഹോർമോൺസ് ഉണ്ട്. ഓക്കെ, 5 പ്ലാന്റ് ഹോർമോൺസ് ഉണ്ട്. അത് നമ്മൾ പ്രധാനമായിട്ട് 2ആയിട്ട് ജനറൽ കാറ്റഗറൈസ് ചെയ്യും. ഒന്ന് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ആണ്. ഗ്രോത്ത് പ്രൊമോട്ടിംഗ് എന്ന് പറഞ്ഞാൽ സസ്യങ്ങളുടെ വളർച്ചേനെ കൂട്ടുന്ന അല്ലെങ്കിൽ വളർച്ചേനെ ഉന്നയിക്കുന്ന തരത്തിലുള്ള ഹോർമോൺസ് ആണ് ആദ്യത്തെ 3 എണ്ണം എന്ന് പറയുന്നത്. അവസാനത്തെ 2 എണ്ണം എന്ന് പറയുന്നത് ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ആണ്. ഗ്രോത്ത് ഇൻഹിബിറ്റ്, അതായത് വളർച്ചേനെ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നതാണ്. ഒന്ന് വളർച്ച കൂട്ടുന്നു, ഒന്ന് വളർച്ച കുറയ്ക്കുന്ന ഹോർമോൺസ് ആണ്. അതാണ് ഗ്രോത്ത് പ്രൊമോട്ടിങ്ങും ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് എന്ന് പറയുന്നത്. ഗ്രോത്ത് പ്രൊമോട്ടിങ്ങിൽ വരുന്ന ആൾക്കാരാണ് 1 ഓക്സിൻ, 2 സൈറ്റോകൈനിൻ, 3 ജിബറിൽ എന്ന് പറയുന്നത്. അതേസമയം ഗ്രോത്തിനെ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്ന ആൾക്കാരാണ് എന്ത്, അബ്സിസിക് ആസിഡും എത്തലീൻ എന്നും പറയുന്നത്. ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ വ്യത്യസ്തകരമായിട്ടുള്ള പ്ലാന്റ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ഈ പ്ലാന്റ് ഹോർമോൺസിന് കുറേ തരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, ആദ്യം തന്നെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി ഓരോന്നും സോർട്ട് ചെയ്ത് മിസ് തരികയാണ്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്സിൻ ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചിത്രത്തിൽ സ്റ്റെം സൺലൈറ്റിന് നേരെ വളരുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ശരിക്കും ഒരു ട്രോപ്പിക്കൽ മൂവ്മെന്റ് ആണ്. നിങ്ങൾ ഓൾറെഡി 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ഫോട്ടോട്രോപ്പിസം. സൂര്യന് നേരെ ചെടീന്റെ സ്റ്റെം അല്ലെങ്കിൽ ഷൂട്ട് വളരുന്നത് പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം ആണ് എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സ്റ്റെം വളരുന്നതിന് ആ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ഓക്സിൻ എന്ന് പറയുന്നത്. സോ സെൽ ഗ്രോത്ത്, അതുപോലെ തന്നെ സെൽ ഇലോങ്ങേഷൻ, പ്രൊമോട്ടിംഗ് ദ ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ് ഫ്രൂട്ട് ഫോർമേഷൻ, നമ്മുടെ കോശത്തിന്റെ വളർച്ച, അതുപോലെ തന്നെ കോശ ദീർഘീകരണം, അഗ്രമുകുളത്തിന്റെ വളർച്ച ഫലരൂപീകരണം, പിന്നെ ഫ്ലവേഴ്സ് ഫ്രൂട്ട്സിന്റെ ഒക്കെ ഫോർമേഷൻ ഒക്കെ ആര് സഹായിക്കുന്നുണ്ട്, നമ്മുടെ ഈ ഒരു ഓക്സിൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. 2ാമത്തെ ഹോർമോണിലേക്ക് വരുമ്പോൾ സൈറ്റോകൈനിൻ ആണ്. സൈറ്റോകൈനിൻ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിന് വളരേണ്ട ന്യൂട്രിയൻസ് ഒക്കെ എത്തിക്കുന്നു. പ്രധാനമായിട്ടും സെൽ ഡിവിഷൻ ആൻഡ് സെൽ ഡിഫറൻഷിയേഷൻ, കോശ വളർച്ച, കോശ വിഭജനം, കോശ വൈവിധ്യവൽക്കരണത്തിനൊക്കെ സഹായിക്കുന്ന ആൾക്കാരാണ് സൈറ്റോകൈനിൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് ജിബെർലിൻ ആണ്. ഇതും ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെയാണ്. സ്റ്റിമുലേറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് സ്റ്റോർഡ് ഫുഡ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് ജെർമിനേഷൻ, സ്പ്രൗട്ടിംഗ് ഓഫ് ലീവ്സ്, അതായത് സമൃദ്ധാഹാരത്തെ വിഘടിപ്പിച്ച് വിത്തുകൾ മുളയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ബ്രേക്ക് ഡോർമെൻസി, ബ്രേക്ക് സീഡ് ഡോർമെൻസി, ഈ സീഡ് ഡോർമെൻസിനെ ബ്രേക്ക് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഇത് ആ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു, ജെർമിനേഷൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അബ്സിസിക് ആസിഡും എത്തിലിനും ഗ്രോത്തിനെ കുറയ്ക്കുന്ന 2 ഹോർമോൺ ആണെന്ന് ഞാൻ പറഞ്ഞു. അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത് ഡോർമെൻസി ഓഫ് എംബ്രിയോ, ഡ്രോപ്പിംഗ് ഓഫ് റൈപ്പൻഡ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്, ഭ്രൂണത്തിന്റെ സുപ്താവസ്ഥ, അതുപോലെ തന്നെ പാകമായി ഇലകൾ, കായ്കൾ എന്നിവ പൊഴിയുന്നത്, അതായത് പ്രായമാകുന്നു, പ്ലാന്റ് വളർച്ചയെത്തി പ്രായമാവുന്ന സമയത്ത് ആ വളർച്ചയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് ഇവരുടെ ഇല പൊഴിയുന്നതും പഴങ്ങൾ കൊഴിയുന്നതും അതൊക്കെ സഹായിക്കുന്നത് ആരാണ്, അബ്സിസിക് ആസിഡ് ആണ്. ലാസ്റ്റ് എന്ന് പറയുന്നത് എത്തലീൻ ആണ്. ശരിക്കും എത്തലീൻ ഗ്യാസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. റൈപ്പനിങ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്, എക്സസ് എമൗണ്ട് ഓഫ് എത്തലീൻ കോസ് ഡ്രോപ്പിംഗ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്. അപ്പൊ എത്തലീൻ എന്ന് പറയുന്നത് ശരിക്കും ക്ലോറോഫില്ലൊക്കെ പയ്യെ കുറയ്ക്കാൻ സഹായിക്കും, ഇലകളിലുള്ള ക്ലോറോഫില്ല റിഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കും. പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ് ഒക്കെ എന്ത് ചെയ്യും, കുറഞ്ഞിട്ട് ഇലയിനെ പ്രായമാകാൻ, ഏജിങ്ങിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ്
ഇലകളും ഫലങ്ങളും പാകമാവുന്നു. അതിനനുസരിച്ച് കൂടിയ അളവിലാവുമ്പോൾ ഇലകളും പഴങ്ങളും പൊഴിയാനും എന്ത് സഹായിക്കുന്നു? എത്തിലീൻ സഹായിക്കുന്നുണ്ട്. അപ്പം ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് അബ്സിസിക് ആസിഡ്. അബ്സിസിക് ആസിഡിനെ നമ്മൾ ABA എന്നും കൂടെ പറയും. അത് നിങ്ങളോട് ഫുൾ ഫോം ആയിട്ട് ചോദിക്കാവുന്നതാണ്. ആൻഡ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അബ്സിഷൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ അവസാന കാലഘട്ടം, ഏജിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടിനെയും കണക്ട് ചെയ്യുന്നതാണ് ആര്? അബ്സിസിക് ആസിഡും എത്തിലീൻ എന്നും പറയുന്നത്. സോ പ്ലാന്റ് ഹോർമോൺസിനെ പറ്റി നമ്മൾ പഠിച്ചു. ഇനി ഞാൻ നേരെ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. ഹ്യൂമൻ ബോഡിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് കുറേ ഹോർമോൺസ് നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ ഹോർമോൺസ് പഠിക്കുന്നതിന് മുന്നേ നമ്മുടെ ഹ്യൂമൻ ബോഡിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെയാണ് നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ എന്നാണ്. അതായത് പ്രത്യേകിച്ച് കുഴലൊന്നുമില്ല, ഡക്ടിലസ് ഗ്ലാൻഡ്സ് എന്ന് പറയും. അപ്പൊ കുഴലുകളൊന്നുമില്ലാതെ ഡയറക്റ്റ് ബ്ലഡ് സ്ട്രീമിലേക്ക് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, നമ്മുടെ വളർച്ചയ്ക്കും നമ്മുടെ ബോഡിയിലെ എല്ലാ മെറ്റബോളിസത്തിനും നമ്മുടെ സെക്സ് ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനൊക്കെ നമ്മുടെ ബോഡിയിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ലൊക്കേഷൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരുവാണ്. ജനറൽ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ നോക്കിക്കോളാം, നമ്മുടെ തലയിൽ തന്നെ നമുക്കിവിടെ ഹൈപ്പോതലാമസ് ഒരു ഗ്ലാൻഡ് ആണ്, പൈനിയൽ ഗ്ലാൻഡ് ഉണ്ട്, അതുകൂടാതെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഹൈപ്പോതലാമസ്, പൈനിയൽ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ത്രോട്ട് പൊസിഷനിലേക്ക് വരുമ്പോൾ നമുക്ക് തൈറോയിഡ് ഗ്ലാൻഡും പാരാതൈറോയിഡ് ഗ്ലാൻഡും കാണാം. തൈറോയിഡ് തൈറോക്സിൻ ഹോർമോൺ നമ്മുടെ മെറ്റബോളിസം ഗ്രോത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പാരാതൈറോയിഡും ഇതുപോലെ തന്നെ കാൽഷ്യം ലെവലൊക്കെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ കിഡ്നീന്റെ മേലെയൊക്കെ ആയിട്ട് നമുക്ക് അഡ്രീനൽ ഗ്ലാൻഡ് കാണാം. അഡ്രീനൽ ഗ്ലാൻഡ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നമ്മുടെ സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നത്, ആ ഒരു ഹോർമോൺ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ആ ഒരു നെർവസ് സിസ്റ്റത്തിനെയും കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ പാൻക്രിയാസ്, അതായത് സാധാരണ നമ്മൾ പറയുന്ന എൻഡോക്രൈനും അതുപോലെ തന്നെ എക്സോക്രൈനുമായിട്ടുള്ള ഒരു ഗ്ലാൻഡാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. നമ്മുടെ ഡൈജഷന് വേണ്ടിയിട്ട് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് പാൻക്രിയാസ്. അതുകൂടാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പാൻക്രിയാസ്? നമ്മുടെ ഡയബറ്റിസ്, അല്ലെ, നമ്മുടെ ഗ്ലൂക്കോസ് ലെവലിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പം ഡയബറ്റിസ് ഒന്നും വരാതിരിക്കണമെങ്കിൽ നമ്മുടെ പാൻക്രിയാസ് നല്ല രീതിയിൽ തന്നെ ഫംഗ്ഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് സെക്സ് ഗ്ലാൻഡുകളാണ്. ഇപ്പം മെയിൽ ആണ് എങ്കിൽ വൃഷണങ്ങൾ അല്ലെങ്കിൽ ടെസ്റ്റിസ് ആണ് ഉണ്ടാവുക. ഇനി ഇതൊരു ഫീമെയിൽ ബോഡി ആണെങ്കിൽ നമുക്ക് എന്ത് കാണാം? ഓവറിയാണ് കാണാൻ പറ്റുന്നത്, അണ്ടാശയങ്ങളാണ് കാണാൻ പറ്റുന്നത്. ഒരു ഹ്യൂമൻ ബോഡിയിൽ കാണുന്ന ഡെഫിനറ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സും അതിന്റെ പൊസിഷനും ക്ലിയർ ആയല്ലോ. ഈ പൊസിഷൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇത് ഓരോന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസും അതിന്റെ ഫംഗ്ഷൻസും നമുക്ക് പഠിക്കാൻ. അത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിലായിട്ട് പഠിക്കുന്നതാണ്. സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ക്ലാസ് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇനി ഈ ചാപ്റ്റർ നല്ല ഡീറ്റെയിൽ ആയിട്ട് വരച്ച് ക്ലിയർ ആയിട്ട് നമ്മൾ അസ്ത്ര ബാച്ചിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഓഫർ നടക്കുന്നുണ്ട്, വേഗം തന്നെ ജോയിൻ ചെയ്ത് 13% ഓഫറോട് കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അടിപൊളിയായിട്ട് പഠിക്കാം. സോ ബൈ.